Becky, எப்படி சும்மா இருக்கியா? வா ராகேயா இப்போ இங்கேயா? கண்ணகாணி சரி. ஐயோ கல்யாணம் இவனு விட ചേച്ചി കണ്ണകാണിമാ കണ്ണകാണി യേശുവേ സോസനം എന്നെ പിടിച്ചിക്കല്ലേ എന്നെ പിടിച്ചിക്കോ. രോഗികൾ ഡോക്ടറെ തേടി ആശുപത്രിയിലേക്ക് പോവുകയല്ല, ഡോക്ടർ രോഗികളെ തേടി ആദിവാസി ഊരുകളിലേക്ക് എത്തുകയാണ്. കന്യാകുമാരി സ്വദേശി ഡോക്ടർ വിൻസെന്റ് സേവ്യർ കഴിഞ്ഞ 22 വർഷമായി പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ആദിവാസി ഊരുകളിൽ കൃത്യമായ ഇടവേളകളിലെത്തി രോഗികളെ പരിചരിക്കുന്നുണ്ട്. എന്നാ ബ്ലഡ് പഠിച്ച് ഡാക്ടർ മാമാർ ഡാക്ടർ ആകണം. എന്നാ പനിയുടെ ഗുളിക, പനിക്ക് ശരീരവേദന പിള്ളേരുള്ള ഉലക പെരുപ്പുക്കും ഇതാ പപ്പാതി. കല്ലും മുള്ളും കാട്ടരുവികളും കാനനപാതകളും താണ്ടി ഡോക്ടർ സഞ്ചരിക്കുന്നത് കിലോമീറ്ററുകളാണ്. ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന മോഴിയാർ, ആങ്ങമൂഴി, ഗവി മേഖലകളിലേക്ക് വിൻസെന്റ് സേവ്യർ കൃത്യമായ ഇടവേളകളിലെത്തും. മരുന്ന് മാത്രമല്ല കയ്യിൽ കരുതുക, ബിസ്ക്കറ്റും പഴവും ബ്രെഡുമെല്ലാം സ്നേഹത്തിൽ പൊതിഞ്ഞ് സഞ്ചിയിലുണ്ടാകും. കേവലം പരിശോധനയല്ല, സ്വാന്തനം പകരുന്ന പരിചരണം തന്നെ. നല്ല കാര്യങ്ങളൊക്കെ നല്ല ഇതൊക്കെ ഉള്ളതാണ്. നല്ലതൊക്കെ മേടിച്ച് തരും. റെമോണ്ടറൊക്കെ ഉണ്ട് അവിടെ. ആഹാരം മേടിച്ച് തരും. വൈകിട്ടും രാത്രിയും രാവിലെയൊക്കെ തരും, ഉച്ചയ്ക്ക് തരും. അങ്ങനെ ഞങ്ങൾ കഴിയുന്ന അവിടെ. 2003 സീതത്തോട്ടിലേക്ക് നിയമനം കിട്ടുമ്പോൾ സ്ഥലം മാറ്റം വാങ്ങി മടങ്ങാനാണ് ആലോചിച്ചത്. എന്നാൽ 22 വർഷങ്ങൾക്കിടെ പിന്നീട് ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എല്ലാവരെയും മക്കളെ എന്ന അർത്ഥത്തിൽ മക്ക എന്ന് നീട്ടി വിളിക്കുന്ന വിൻസെന്റ് സേവ്യർ അവർക്കെല്ലാം മക്ക ഡോക്ടറാണ്. ഞാൻ இந்த നാട്ടിൽ വരുമ്പോഴേ ഈ കാട്ടു മക്കളെയും ഈ ഗവി മക്കളെയും കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോകാത്തത്. ஏன்னா எல்லாருக்கும் சூப்பர் ஸ்பெஷாலிட்டி ட்ரீட்மெண்ட் கிடைக்கும். டவுனில் இருக்க ஆளுக்கு பட்டுன்னு ஆம்புலன்ஸ் வரும். ഇവിടെ ആംബുലൻസ് വിളിച്ചാൽ വരവിക്ക് ലേറ്റാകും. പല കാര്യങ്ങൾ இருக்குது. അപ്പോൾ ഈ ആൾക്കാരും പാവപ്പെട്ടവന്നാൽ നമുക്ക് ரொம்ப സ്നേഹം. അതും ആദിവാസിനെ നമ്മ ഉയിർ. സേവനത്തിന് സമയപരിധിയില്ല. ഏത് രാത്രിയിൽ ഏത് ദിക്കിൽ നിന്നും സഹായം തേടി വിളി വന്നാലും ഡോക്ടർ ഊരിലെത്തും. ആവശ്യമുള്ളവരെ കണ്ടറിഞ്ഞ് സഹായിക്കും. അത് ആളായും അർത്ഥമായും. വ്യാഴാഴ്ച ഡോക്ടറുടെ സർവീസ് ജീവിതത്തിലെ അവസാന ദിനമായിരുന്നു. സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നത്. രാപകൽ വ്യത്യാസമില്ലാതെ, ദൂരവ്യത്യാസമില്ലാതെ എവിടെയും എത്തി ചികിത്സ ലഭ്യമാക്കി വന്ന ആ സേവനപരതയുടെ പര്യായം ഇനി ആരോഗ്യവകുപ്പിനില്ല. ഡോക്ടർ സേവനം നമുക്ക് ഏത് സമയത്തും ലഭിക്കും. പാതിരാത്രിയിൽ നമ്മൾ വിളിച്ചാൽ ഒരു എമർജൻസി കേസുണ്ട്, എത്തണമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. സീതത്തോട്ടിലെ മുഴുവൻ കുടുംബങ്ങളുടെയും ഒരു കുടുംബ ഡോക്ടറാണ് ഡോക്ടർ വിൻസെന്റ് സേവ്യർ. പക്ഷേ ഡോക്ടർ എവിടെയും പോകുന്നില്ല. സീതത്തോടെന്ന ഗ്രാമവും അവിടുത്തെ ഗോത്ര ജനവിഭാഗങ്ങളും അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. അവർക്കായി സേവനങ്ങൾ തുടരും. അമ്മ എമർജൻസി കെയർ എന്ന സ്ഥാപനത്തിലൂടെ ഇവിടെയും പാവപ്പെട്ടവർക്ക് കിട്ടും തികച്ചും സൗജന്യമായ സേവനം, സമയപരിധികളില്ലാതെ. ഉച്ചവരെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, 4 മണി വരെ. അത് കഴിഞ്ഞ് ഒരു എമർജൻസി കൊടുക്കുന്ന ഇവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോഴേ ഒരു ചെറിയ കൺസൾട്ടേഷൻ ഉണ്ട്. വൈകിട്ട് 5 മണി കഴിഞ്ഞ് எமர்ஜென்சியில் வரக்கூடிய பாவப்பட்ட பேஷண்ட் வருவாங்க, ட்ரைபல்ஸ் வருவாங்க, பாக்கி நேச்சுரலாக உள்ள பீப்புள்ஸ் வருவாங்க. எல்லாருக்குமே எல்லா இளவோடு குறைச்ச செலவில் മനസ്സിൻ്റെ ബുദ്ധിമുട്ട് വരാതിരിക്കുക ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഒരു രോഗം വന്നവനെ വലിയ പേടി കാണിച്ച് നെഞ്ചുവേദന വന്നാൽ ഹാർട്ട് അറ്റാക്കിന് പറയാനും പറ്റില്ല. നെഞ്ചുവേദന വന്നാൽ എല്ലിൻ്റെ വേദനயாக இருക്കാൻ സാധ്യത ഉണ്ട്. ചെറിയ കാര്യങ്ങൾ നമ്മൾ തോളെ തട്ടി കൊടുക്കുമ്പോഴേ അതിൽ പകുതി അസുഖം മാറും. ഇവിടെ ഉള്ളக்கூடிய ട്രൈബൽസ് പാവപ്പെട്ട എല്ലാവർക്കും ഇപ്പോഴും ഫ്രീ தான், അത് എപ്പോഴുമേ ഫ്രീ தான். കന്യാകുമാരി വടിവീശ്വരം സ്വദേശിയാണ് വിൻസെന്റ് സേവ്യർ. തിരുവനന്തപുരം വെള്ളറട സ്വദേശിനി മിനിയെ വിവാഹം കഴിച്ചതോടെ അവിടെ സ്ഥിരതാമസമാക്കി.
പിന്നീട് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗമാവുകയായിരുന്നു. ഏകമകൾ അഷ്കേന LLB വിദ്യാർത്ഥിനിയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.